ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ മറ്റ് എക്സ്പെക്ടേഷൻസും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. Morning, Adla. Morning, viewers. Happy Onam to all. Happy Onam to you, sir. സർ, ഏതായാലും നമുക്ക് ഇന്നലത്തെ ഒരു US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു പ്രത്യേകിച്ചും ഡൗ ജോൺസ് സൂചിക നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു വെള്ളിയാഴ്ച മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും മറ്റ് ഇൻഡെക്സുകളിലൊക്കെ വളരെ ഹെവി ആയിട്ടൊരു ബൈയിങ് വന്നു എങ്കിൽ പോലും ഈ ഡൗ ജോൺസിന് കാര്യമായിട്ടൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായൊരു നോട്ടിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഡൗ ജോൺസ് അടക്കമുള്ള പ്രധാനപ്പെട്ട US സൂചികകൾക്കൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിപണികളിലുള്ള തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിയർ ടേമിൽ ഈ ഒരു സെക്ടർ അല്ലെങ്കിൽ അമേരിക്കൻ വിപണിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ 2-3 മാസത്തെ പാറ്റേൺ അമേരിക്കൻ വിപണിയിൽ നോക്കുകയാണെങ്കിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഓഗസ്റ്റ് 22 നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. സോ ഇന്നലത്തെ ആ ഒരു ശക്തമായിട്ടൊരു ക്ലോസിനെ തുടർന്ന് നമുക്ക് ആ ഒരു കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് പൂർണ്ണമായി നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ തീർച്ചയായിട്ടും വരുന്ന സെഷൻസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് അമേരിക്ക, ഗോൾഡ്മാൻ സാക്സ്, ബ്ലാക്ക് റോക്ക് മുതലായ എല്ലാ ഹെവി വെയ്റ്റ്സിലും നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. അതേപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇന്നലെ ടെക് ഭീമന്മാരിൽ ഒരേ ഒരു സ്റ്റോക്കിൽ മാത്രമേ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിച്ചുള്ളൂ. ദാറ്റ് വാസ് ഇൻ ദ കേസ് ഓഫ് NVDA. നമ്മൾ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, ആമസോൺ, ഗൂഗിൾ, മെറ്റ മുതലായ സ്റ്റോക്സിലൊക്കെ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് താമസിക്കാതെ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡിൽ ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിറക്ഷൻ സ്വീകരിക്കാത്ത വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടൊരു റേഞ്ചിലേക്കാണ് ക്രൂഡ് നീങ്ങിയിരിക്കുന്നത്. ക്രൂഡിൽ ഇനിയിപ്പോൾ ഈ ഒരു വീക്കിൽ സൺഡേ ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒക്ടോബറിൽ ഒരുപക്ഷെ സപ്ലൈ വർദ്ധിപ്പിച്ചേക്കാം എന്നൊരു ആശങ്ക അടക്കം നിലനിൽക്കുന്നുണ്ട്. മറുവശത്താണ് എന്നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനായിട്ട് അമേരിക്ക തയ്യാറെടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി മാറിയിട്ടുണ്ട്. നമ്മൾ ക്രൂഡിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു അടുത്ത 2-3 സെഷൻസിൽ വളരെ ഹൈ റിസ്ക് ആയിട്ടൊരു ബുള്ളിഷ് ട്രേഡിംഗ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത് WTI ക്രൂഡിന്റെ കേസിൽ $64 റെസിസ്റ്റൻസ് ആയിരിക്കും. WTI ക്രൂഡിന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു $3 മുതൽ $4 നേട്ടം പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 62-ലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ഒപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു $3550 എന്നൊരു ഓൾ ടൈം ഹൈ ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഗോൾഡിന് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ളൊരു സെൽ ഓഫ് ഒന്നും തന്നെ ഇത്രയധികം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ട് പോലും കാര്യമായിട്ടൊരു സെൽ ഓഫ് ഒന്നും തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കാണാനും സാധിച്ചിട്ടില്ല. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഇനി ഗോൾഡിൽ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലെ നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $3565 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ അവസരമില്ല. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ GST കൗൺസിൽ യോഗ തീരുമാനങ്ങളോട് ആരംഭിച്ചത് വളരെ എക്സ്ട്രീംലി പോസിറ്റീവായിട്ടായിരുന്നു ആരംഭിച്ചത്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഏകദേശം 25,000 മറികടക്കുമെന്നൊരു വിശ്വാസം തരുന്ന തരത്തിലുള്ള ഓപ്പണിംഗ് ആയിരുന്നു നൽകിയിരുന്നത്. എങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ട് ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഒരു ഹൈ ലെവൽസിൽ ഇനീഷ്യൽ അവേഴ്സ് തൊട്ട് തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചില സെക്ടേഴ്സിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ സ്റ്റോക്സിൽ എക്സെപ്ഷണൽ ആയിട്ടൊരു മൂവ്മെൻറ്റ് കണ്ടിരുന്നു എങ്കിൽ പോലും നിഫ്റ്റി 50 പൊതുവെ പരിശോധിക്കുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുകയും ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടാണ്. നിഫ്റ്റി 50ലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകിച്ചും GST കൗൺസിലിന് ശേഷം ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സിനൊരു സാധ്യത വരെ ഇന്നലത്തെ ഒരു നമ്മുടെ ഫോറത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
അല്ല, നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേമിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഒരു കറക്ഷൻ ആയിരുന്നു കാണാനിടയായത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 24,380. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ വീണ്ടും ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയാകത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു റിസംഷൻ ഓഫ് ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 24,800, 25,000 ഈ റേഞ്ചിലുള്ള റെസിസ്റ്റൻസിന് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്യണം. സർ, നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിഫ്റ്റി ബാങ്കിനെ ഡ്രാഗ് ചെയ്തിരിക്കുന്നത് PSU ബാങ്ക് ഓഹരികളായിരുന്നു. SBIയിലും ICICI ബാങ്കിലും അതിനോടൊപ്പം ICICI ബാങ്കിലും HDFC ബാങ്ക് പോലെയുള്ള ഹെവി വെയ്റ്റ്സിലൊക്കെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ പോലും തുടക്കത്തിലുണ്ടായിരുന്ന ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ബാങ്കിങ് സൂചിക്ക്, നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ലോസ് ചെയ്തിരിക്കുന്നത് 54,075.45 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റായൊരു ടോണിലാണ്. നിഫ്റ്റി ബാങ്ക് സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ ഒത്തിരി വീക്ക്നെസ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 53,550 പോയിന്റിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 55,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏറ്റവും കൂടുതൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നൊരു സെക്ടർ എന്ന് പറയുന്നത് PSU ബാങ്ക് സൂചികയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്തിയൊരു സെക്ടർ കൂടിയായിരുന്നു. എന്നാൽ ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് PSU ബാങ്ക് സൂചികയിൽ കാണാൻ സാധിച്ചിരുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 6,700 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ഈ ഇൻഡെക്സ് 7,000 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. സർ, PSU ബാങ്ക് ഇൻഡെക്സിൽ തന്നെ എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 1.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് നേട്ടം നൽകി വന്നൊരു ഓഹരി കൂടിയായിരുന്നു ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒത്തിരി വീക്ക്നെസ് അണ്ടർടോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 230 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അപ്പം തന്നെ മറ്റൊരു ബാങ്കിങ് ഓഹരിയിലേക്ക് കൂടി വരികയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ 2.5% മുകളിലുള്ള വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള ഒരു ടേക്ക് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെയ് മാസത്തിന് ശേഷം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നമുക്ക് ജൂലൈ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് 28 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഏറ്റവും കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് IT ഇൻഡെക്സ് ആയിരുന്നു. IT യെ സംബന്ധിച്ചിട്ട് ഏകദേശം 0.9% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു IT ഇൻഡെക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IT സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IT ഇൻഡെക്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഇൻഡെക്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിന് തുടക്കം മുതൽ തന്നെ നമുക്ക് ഈ ഒരു ഇൻഡെക്സിലും ഈ ഒരു സെക്ടറിലും നമുക്ക് ഷോർട്ട് കവറിങ് കാണാൻ ഇടയായി. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 34,700 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ബട്ട് ട്രെൻഡ് റിവേഴ്സൽ എസ്പെഷ്യലി ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 36,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഐ തിങ്ക് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ല പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ഓട്ടോയിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയ സെക്ടേഴ്സിൽ ഒന്നുകൂടിയായിരുന്നു ഓട്ടോ എന്ന് പറയുന്നത്. ഏകദേശം 0.8% മുകളിലൊരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓട്ടോ സൂചികയിലുള്ളൊരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. നമുക്കറിയാം പ്രൈം മിനിസ്റ്ററിന്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിന് ശേഷം ഈ ഒരു ഇൻഡെക്സ് ഈ സെക്ടറിലായിരുന്നു ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായത്. ബട്ട് ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 കണ്ടതുപോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിൽ ആ നേട്ടമൊന്നും നിലനിർത്താൻ സാധിച്ചില്ല. So we have to wait for safe buying opportunity. പുതിയ ലോങ് പൊസിഷൻസ് ഈ സെക്ടറിൽ ഇന്ന് അവോയ്ഡ് ചെയ്യണം. സർ, ഇന്നലത്തെ ഒരു സൂചിക പരിശോധിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നിഫ്റ്റി 50-ലാണെങ്കിലും ഓട്ടോ സൂചികയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയ ഓഹരികളിൽ ഒന്നെന്ന് പറയുന്നത് M&M ആയിരുന്നു. M&Mനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന GST കൗൺസിൽ യോഗ തീരുമാനങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള ചില അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. GSTയിൽ ഇപ്പോൾ SUV അടക്കമുള്ള വാഹനങ്ങളുടേത് 40% എന്നൊരു ഫിക്സഡ് റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രാക്ടറിലെ GST കുറച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് കാര്യങ്ങളെ മുൻനിർത്തി M&M ഓഹരികൾ വളരെ ഹെവി ആയിട്ടൊരു ബൈയിങ് ആയിരുന്നു കണ്ടിരുന്നത്. M&M ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഇന്നലെ നമുക്ക് M&Mന്റെ കേസിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു കാണാൻ സാധിച്ചത്. പുതിയൊരു ഓൾ ടൈം ഹൈലായിരുന്നു ആ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്ക് നേട്ടം കിട്ടിയത്. ബട്ട് നമ്മൾ നിഫ്റ്റി 50 മറ്റ് സ്റ്റോക്സിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു നേട്ടം ഒന്നും തന്നെ നിലനിർത്താൻ സാധിച്ചില്ല. സോ വി ഹാവ് ടു വെയിറ്റ്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിൽ അടുത്ത 2-3 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. സർ, ഇപ്പം തന്നെ ഫോഴ്സ് മോട്ടോഴ്സിലൂടെ വരികയാണ്. ഫോഴ്സ് മോട്ടോഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മെയ് മാസം മുതൽ തുടർച്ചയായിട്ടൊരു അപ് ട്രെൻഡിൽ നിന്നിരുന്ന ഒരു ഓഹരിയായിരുന്നു. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേ പരിശോധിക്കുമ്പോൾ മാത്രം വളരെ ഹെവി ആയിട്ടുള്ള വളരെ മാസീവായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കണ്ടിരുന്നത്. ഏകദേശം 8.5% മുകളിലൊരു നഷ്ടത്തിലേക്കായിരുന്നു ഫോഴ്സ് മോട്ടോഴ്സ് ഓഹരികൾ കൂപ്പുകുത്തിയിട്ടുണ്ടായിരുന്നത്. ഫോഴ്സ് മോട്ടോഴ്സിലുള്ള ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്? അൺലൈക്ക് ഫോഴ്സ് മോട്ടോഴ്സ് ആയിരുന്നു മേ ബി ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല നേട്ടം നൽകിയ സ്റ്റോക്സിൽ ഒന്നായിരുന്നു ഫോഴ്സ് മോട്ടോഴ്സ് ഈ 2025. ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 6,000 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞ മാസം 22,000 രൂപയിലായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വി ഹാവ് ബീൻ വിറ്റ്നസിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് ഇന്നലെ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒത്തിരി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 17,800 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു ഷുഗർ സ്റ്റോക്സുമായൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോഴേക്കും പലരുടെ ഒരു ഫോക്കസിലേക്ക് വന്നൊരു ഓഹരിയായിരുന്നു സിയാൻ അഗ്രോ എന്ന് പറയുന്നത്. സിയാൻ അഗ്രോയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഈ ഒരു എഥനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് പലരുടെയും ഫോക്കസിലേക്ക് വന്നിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ്. എന്നാൽ ഈ വളരെ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് ഒരു അപ്പർ സെക്യൂരിറ്റി നിലനിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അപ്പർ സെക്യൂരിറ്റിയിൽ ക്ലോസ് ചെയ്യുന്ന ഒരു ഓഹരിയായിട്ടാണ് കാണുന്നത്. ഏകദേശം ഇന്നലെയും 895.2 എന്ന നിലയിൽ അപ്പർ സെക്യൂരിറ്റിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കാര്യമായിട്ടുള്ള വോളിയത്തിലൊന്നും തന്നെ അതിന് മുന്നത്തെ ട്രേഡിംഗ് സെഷൻസ് പരിശോധിക്കുമ്പോൾ ഒരു ട്രേഡിംഗ് നടന്നതായിട്ടും കാണുന്നില്ല. BSE മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ 2-3 വർഷത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഓഗസ്റ്റ് 2024 മുതൽ ഈ വർഷം 25 തുടക്കം മുതൽ വരെ കണ്ടിന്യൂസ്ലി ഈ സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ടിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഏകദേശം 4 മാസം ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് സെഷൻസിലും ഈ സ്റ്റോക്കിൽ നമുക്ക് അപ്പർ സർക്യൂട്ട് ക്ലോസിംഗ് ആയിരുന്നു നൽകിയത്. അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഈ ഓഗസ്റ്റ് വരെ വീണ്ടും ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു നൽകിയത്. ബട്ട് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വീണ്ടും ഈ വർഷവും നമുക്ക് അപ്പർ സർക്യൂട്ടിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്ത് വരുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്സിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യണം. സർ, അപ്പോൾ തന്നെ ഇനി മറ്റൊരു സെക്ടറിലേക്ക് വരികയാണ്. പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലേക്കാണ് വരുന്നത്. ഫൈനാൻഷ്യൽ സർവീസിനെ സംബന്ധിക്കുമ്പോഴും ഇന്നലെ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് ഫ്ലാറ്റ് എന്നതിനേക്കാൾ ഒരു 0.5% അടുത്തൊരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിന്റെ കേസിൽ ജൂൺ മാസം മുതൽ കണ്ടിന്യൂസ്ലി നമുക്ക് സെല്ലിംഗ് പ്രഷറായി കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഈ സെക്ടറിലുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 25,450 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ചുരുങ്ങിയത് ഒരു 1000 പോയിന്റിന്റെ നഷ്ടമെങ്കിലും നമുക്ക് ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കും.
ഈ ഇൻഡെക്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ ഇൻഡെക്സ് 26,500 പോയിന്റ് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ അതിൽ തന്നെ ജിയോ ഫിന്നുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ജിയോ ഫിന്നെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് 20 മുതൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്കൊരു നഷ്ടം രേഖപ്പെടുത്തിയിരിക്കും. കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസോളമായിട്ട് ഒരു കൺസോളിഡേറ്റ് സൈഡ് വേസ് ആയിട്ടുള്ളൊരു പാറ്റേണിലായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ജിയോ ഫിന്നിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം ടേക്ക് എന്താണ്? ജിയോഫിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒത്തിരി നേട്ടം കാണാനിടയായി. ആൻഡ് കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസത്തിൽ 340 രൂപയിൽ നമുക്കൊരു ടോപ്പ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് സിൻസ് ദെൻ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 305 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് തിരിച്ച ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 320 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാം. ചെറുപ്പം തന്നെ മറ്റൊരു സെക്ടറിലേക്ക് കിടക്കുകയാണ്. LIC ആണ്. LIC അഥവാ ഇൻഷുറൻസ് സെക്ടറിലേക്കാണ് വരുന്നത്. ഇൻഷുറൻസ് സെക്ടറിൽ തന്നെ LICയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ LICയിൽ ഇന്നലെ ഏകദേശം ഒരു 0.5% മുകളിലൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതായിട്ടും കാണുന്നുണ്ട്. LIC ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? LICയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. ബട്ട് ഈ ഒരു കേസിൽ 920 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ വീണ്ടും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 840. ആൻഡ് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 920 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സർ, ഒപ്പം തന്നെ ഫാർമയിലേക്ക് കൂടി വരികയാണ്. ഫാർമയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും റീസെൻ്റായിട്ട് ഇപ്പോൾ ഏകദേശം 200% നികുതി ഏർപ്പെടുത്താനുള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾക്ക് US ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാർമ സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫാർമ ഇൻഡെക്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് ഒത്തിരി അണ്ടർ ടോണിൽ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ ഉണ്ടെങ്കിൽ ഇൻഡെക്സിന്റെ കേസിൽ 21,600 പോയിന്റ് സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്ടറിൽ വീണ്ടും ശക്തമായിട്ട് സെല്ലിംഗ് പ്രഷർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലോ റിസ്ക് ആയിട്ട് കാര്യമായിട്ട് ഈ സെക്ടറിൽ പുതിയ ബൈങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഫാർമയിൽ തന്നെ നാറ്റ്കോ ഫാർമിലുള്ളൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. നാറ്റ്കോ ഫാർമയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 2% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു നാറ്റ്കോ ഫാർമ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാറ്റ്കോ ഫാർമയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നാറ്റ്കോ ഫാർമയുടെ കേസിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 840 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്ക് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. സർ, ഒപ്പം തന്നെ CDSLിലേക്ക് കൂടി വരികയാണ്. CDSLനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 0.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു. CDSL ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? CDSLന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു പീക്ക് ലെവൽ നമുക്ക് 1,840 രൂപ കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു കാണാൻ ഇടയായത്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1,440 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 1,640 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, ഒപ്പം തന്നെ ഫാർമ സൂചികയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതിൽ തന്നെ ഫൈസറിലുള്ളൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഫൈസർ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈസറിന്റെ കേസിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 5,000 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5,400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
സർ, അപ്പം തന്നെ ഇന്നലെ ഒരു GST കൗൺസിൽ യോഗ തീരുമാനങ്ങൾ വന്നപ്പോൾ പല സെക്ടേഴ്സിലും കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം പറയുന്നത് ടെക്സ്റ്റൈലാണ്. കാരണം ടെക്സ്റ്റൈലിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ തവണ ഈ ഒരു ട്രംപിൻ്റെ ഒരു താരിഫ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ളൊരു സെക്ടർ എന്ന നിലയിലാണ് ടെക്സ്റ്റൈലിനെ വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഒരു GST കൗൺസിൽ യോഗത്തിൽ കൃത്യമായിട്ട് ഈ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പല GST മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടെക്സ്റ്റൈൽ ഓഹരിയിൽ ജനറലി നമ്മൾ ടോപ്പ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് എല്ലാത്തിനും വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഗോകുൽദാസ് എക്സ്പോർട്സിന്റെ കേസിൽ മെയ് മാസത്തിന് ശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് അണ്ടർടോൺ വളരെ ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 660 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. KPR മില്ലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ അണ്ടർടോൺ വളരെ ബെയറിഷായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സോ KPR മില്ലിന്റെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 940 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 1100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. കേരള ബേസ്ഡ് സ്മോൾ ക്യാപ് സ്റ്റോക്ക് കിറ്റെക്സിന്റെ കേസിലും ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കിറ്റെക്സിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 158 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ ഈ ഒരു അപ്പാരൽ ആൻഡ് ഫുട്വെയർ സെക്ടറിലേക്ക് കൂടി വരികയാണ്. ഈ സെക്ടറിനെ സംബന്ധിച്ചിട്ടും 2500 രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതലായിട്ടൊരു GST ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു ഉൽപ്പന്നങ്ങളിലേക്ക് ടാക്സ് കുറച്ചിട്ടുണ്ട്, GST കുറച്ചിട്ടുമുണ്ട്. അതിൽ തന്നെയും റെയ്മണ്ട് ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. റെയ്മണ്ടിനെ സംബന്ധിച്ചിട്ട് നല്ല വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ഈ ഒരു ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് തുടർച്ചയായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നത്. റെയ്മണ്ട് ലൈഫ് സ്റ്റൈലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. സോ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു ലിസ്റ്റിംഗ് നടന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ട സ്റ്റോക്ക് മെയ് മാസത്തിലായിരുന്നു ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 1300 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1100 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ബ്രൈറ്റ്കോമിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു സ്മോൾ ക്യാപ് സ്പേസിൽ പെട്ട ഓഹരി കൂടിയാണിത്. കാര്യമായിട്ടുള്ളൊരു ട്രേഡിംഗ് വോളിയം ഒന്നും തന്നെ കാണുന്നുമില്ല. ഇന്നലെയും ഏകദേശം 3% നഷ്ടം രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയാണിത്. ബ്രൈറ്റ്കോം ഗ്രൂപ്പിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബ്രൈറ്റ്കോം ഗ്രൂപ്പിന്റെ മാനേജ്മെന്റിനെതിരെ ഒത്തിരി പ്രോബ്ലംസും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ തിരിമറികളും നടന്നതായിട്ട് വാർത്തകൾ വന്നിട്ടുമുണ്ട്. ഇത്തരം സ്റ്റോക്കിൽ പൂർണ്ണമായിട്ടും ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ഉടനടി വൈൻഡ് അപ്പ് ചെയ്യുക. സർ, ചില PSU സ്റ്റോക്സിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് സെയിലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. സെയിലിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.5% നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും സെപ്റ്റംബറിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ സെയിൽ എന്ന് പറയുന്നത്. സെയിൽ ഓഹരികളിലുള്ള ഒരു ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സെയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. ബട്ട് ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ച ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 125 മുതൽ 128 ഈ ഒരു റേഞ്ചിലായിരിക്കാം സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. ഏതായാലും ഇത്രയും സമയം ഓണത്തിൻ്റെ തിരക്കിനിടയ്ക്കും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. വൺസ് അഗൈൻ ഹാപ്പി ഓണം ടു യു സർ. ഏതായാലും നമ്മളുടെ ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിനു ശേഷം മാത്രം നടത്തുക. ഏതായാലും ഇതിനോടൊപ്പം തന്നെ അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ വീണ്ടും കാണാം. Stay tuned.